നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം, 2 RSSുകാർക്ക് പരിക്ക്. കയ്യിൽ ആയുധങ്ങൾ, കല്ലേറ്. പാനൂരിലെ ലീഗ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ഓടിക്കൊണ്ടിരുന്ന ബസ് നിർത്തിയിട്ട് ഇറങ്ങിപ്പോയ ഡ്രൈവർ തൂങ്ങി മരിച്ച നിലയിൽ. ശ്രീവിത്ത് ജീവിക്കും 3 പേരിലൂടെ. തൊഴിൽ മേഖലയിൽ വൻ കുതിച്ചുചാട്ടം. കേരളത്തിൽ 9,000 കോടി രൂപയുടെ ജർമ്മൻ നിക്ഷേപം. ധാരണാപത്രം ഒപ്പുവെച്ചു. ഊർജ കാര്യക്ഷമതയിൽ 1ാം റാങ്ക്, കേരളത്തിന്റെ ദേശീയ അംഗീകാരം. UDF ആഹ്ലാദ പ്രകടനത്തിനിടെ സ്കൂട്ടർ പൊട്ടിത്തെറിച്ച് യുവാവിന്റെ മരണം. പരിശോധന നടത്തി. VC നിയമനത്തിൽ കോടതിയെ വിമർശിച്ച് ഗവർണർ. അന്താരാഷ്ട്ര സിനിമാ വ്യാപാരത്തിന് വാതിൽ തുറന്ന് കേരള ഫിലിം മാർക്കറ്റ്. 3ാം പതിപ്പിന് തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ബോംബ് നിർമ്മാണത്തിനിടെ സംഭവിച്ച സ്ഫോടനത്തിൽ 2 RSSുകാർക്ക് ഗുരുതര പരിക്ക്. ശനി പകൽ 3ഓടെ പാനൂർ കുറ്റേരി കനാൽ പരിസരം മഠത്തിന് സമീപം വെച്ച ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. കുറ്റേരിയിലെ സജീവ RSSുകാരായ കൊന്തയുള്ളതിൽ സജിത്ത്, താഴെക്കുനിയിൽ അരുൺകുമാർ എന്നിവർക്കാണ് പരിക്ക്. ഉടൻ പാനൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കൈവിരലുകൾ അറ്റു. ബോംബിന്റെ ചീളുകൾ കണ്ണുകളിൽ തെറിച്ച് കാഴ്ചയ്ക്ക് തകരാറ് സംഭവിച്ചതായും ശരീരമാസകലം മുറിവുകൾ പറ്റിയതായും പറയുന്നു. കുറ്റേരി രക്തസാക്ഷി അരീക്കൽ അശോകനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ആശാ സജിത്ത് ഈയടുത്താണ് ജയിലിൽ മോചിതനായത്. പാനൂർ നഗരസഭ 3ാം വാർഡായ കുറ്റേരിയിൽ വിജയിച്ച BJP സ്ഥാനാർത്ഥിയുടെ വിജയാഹ്ലാദത്തിന്റെ മറവിൽ ആക്രമണം നടത്തുകയായിരുന്നു ലക്ഷ്യം. പാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച VK ശ്രീവിത്ത് ഇനി 3 പേരിലൂടെ ജീവിക്കും. കോഴിക്കോട് വടകര എടച്ചേരി സംഗീതം വീട്ടിൽ VK ശ്രീവിത്തിന് കരൾ, 2 നേത്രപടലങ്ങൾ എന്നിവയാണ് ദാനം ചെയ്തത്. കരൾ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലെ രോഗിക്കും 2 നേത്രപടലങ്ങൾ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ്തൽമോളജിയിലെ രോഗികൾക്കുമാണ് നൽകിയത്. തൈക്കാട് വുമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിലെ ലേ സെക്രട്ടറിയാണ് ശ്രീവിത്ത്. കഴിഞ്ഞ 9-ന് വൈകിട്ട് 6:30 തമ്പാനിലൂടെ നടന്നു പോകുമ്പോൾ ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായ പരിക്കേറ്റ ജനറൽ ആശുപത്രിയിൽ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 13-ന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതോടെ കുടുംബാംഗങ്ങൾ അവയവദാനത്തിന് സമ്മതം അറിയിച്ചു. കേരള സ്റ്റേറ്റ് ഓർഗൻ ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നടപടി പൂർത്തിയായി. തീവ്ര ദുഃഖത്തിലും അവയവദാനത്തിന് സന്നദ്ധരായ ബന്ധുക്കൾക്ക് മന്ത്രി വീണ ജോർജ് നന്ദി അറിയിച്ചു. ഇങ്ങനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക VT സജിനിയാണ് ഭാര്യ. മക്കൾ ഗീതിക MBBS വിദ്യാർത്ഥി, ഋതുഗിരിക് IIT ഖരഗ്പൂർ. പാനൂരിലെ മുസ്ലിം ലീഗ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. പാറാട് മേഖലയിൽ സംഘടിതമായ ലീഗ് പ്രവർത്തകർ ആക്രമണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. മുസ്ലിം ലീഗ് പ്രവർത്തകർ കല്ലെർ നടത്തുന്നതും പടിവാളുമായി ആക്രമണം നടത്തുന്നതും വീഡിയോയിൽ കാണാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ LDF പ്രവർത്തകർ വ്യാപകമായി ആക്രമണം നടത്തുന്നു എന്ന തരത്തിൽ ചില മാധ്യമങ്ങളും UDFകാരും വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ സംഘർഷത്തിന് തുടക്കമിട്ടത് മുസ്ലിം ലീഗാണെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ് ദേശീയപാതയോരത്ത് നിർത്തിയിട്ട് ഇറങ്ങിപ്പോയ ഡ്രൈവറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് നെന്മറ ചാത്തമംഗലം സ്വദേശി നമ്പൂതിരിപ്പറമ്പ് വീട്ടിൽ ബാബു 45 മണലിപ്പാലത്തിനു താഴെ ഞായറാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച വൈകിട്ട് ടോൾ പ്ലാസയ്ക്കു സമീപം ബസ് നിർത്തിയിട്ട് ബാബു ഇറങ്ങിപ്പോയത്. യാത്രക്കാരെ കണ്ടക്ടർ ഇടപെട്ട് മറ്റൊരു ബസ്സിൽ കയറ്റി വിടുകയായിരുന്നു. ബസ് പിന്നീട് പുതുക്കാട് ഡിപ്പോയിലേക്ക് മാറ്റി.
പരാതിയെ തുടർന്ന് പുതുക്കാട് പോലീസും ബന്ധുക്കളും ചേർന്ന് അന്വേഷിക്കുന്നതിനിടെ മണലി പാലത്തിന് സമീപമുള്ള ഭാഗത്ത് ബാബുവിന്റെ മൊബൈൽ ഫോൺ ലഭിച്ചിരുന്നു. ഞായറാഴ്ച രാവിലെയാണ് പാലത്തിന് സമീപം ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട് വടക്കാഞ്ചേരി ഡിപ്പോയിലെ ഡ്രൈവറാണ് ബാബു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ്ജ കാര്യക്ഷമത വിലയിരുത്തുന്ന ദേശീയ സൂചികയിലെ സ്റ്റേറ്റ് എനർജി എഫിഷ്യൻസി ഇൻഡെക്സ് ഗ്രൂപ്പ് 3 വിഭാഗത്തിൽ കേരളത്തിന് 1-ാം റാങ്ക്. ഊർജ്ജ കാര്യക്ഷമത രംഗത്തെ സംസ്ഥാനത്തിന്റെ മികച്ച പ്രകടനത്തിനുള്ള ദേശീയ തലത്തിലുള്ള പുരസ്കാരമാണ് കേരളം സ്വന്തമാക്കിയത്. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എ പുനീത് കുമാറും എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ ഹരികുമാറും ചേർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. കർഷക മേഖല, വൈദ്യുതി വിതരണ രംഗം, ഗതാഗതം, വ്യവസായ മേഖല, വൻകിട കെട്ടിടങ്ങൾ, വിവിധ മേഖലയിൽ ഊർജ്ജ കാര്യക്ഷമത ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികൾ വിലയിരുത്തിയാണ് കേരളത്തെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ഈ മേഖലകളിൽ ഊർജ്ജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി സർക്കാർ ഇതര സ്ഥാപനങ്ങളുടെ ധനസഹായത്തോടെ നടപ്പാക്കി വരുന്ന വിവിധ പദ്ധതികളുടെ പ്രവർത്തനങ്ങളും പുരസ്കാര നിർണയത്തിൽ നിർണായകമായി. കൂടാതെ രാജ്യത്തെ ആദ്യമായി എനർജി കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ബിൽഡിംഗ് കോഡ് റൂൾസ് വിജ്ഞാപനം ചെയ്ത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനം എന്ന നിലയിൽ കേരളം കൈവരിച്ച മുന്നേറ്റവും പുരസ്കാര നേട്ടത്തിന് കാരണമായി. ഊർജ്ജ സംരക്ഷണവും സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച സമഗ്ര സമീപനത്തിലുള്ള ദേശീയ അംഗീകാരമാണ് ഈ പുരസ്കാരം. തൊഴിൽ മേഖലയിൽ വൻ കുതിച്ചുചാട്ടം. കേരളത്തിൽ 9,000 കോടി രൂപയുടെ ജർമ്മൻ നിക്ഷേപം. ധാരണാപത്രം ഒപ്പുവെച്ചു. സംസ്ഥാനത്തെ തൊഴിൽ നൈപുണ്യ മേഖലയിൽ ചരിത്രപരമായ മുന്നേറ്റത്തിന് വഴിയൊരുക്കി ജർമ്മൻ നിക്ഷേപം എത്തുന്നു. ജർമ്മനിയിലെ 5 പ്രമുഖ സർവകലാശാലകളുടെ കൂട്ടായ്മയായ നെക്സ്റ്റ് ജെൻ സ്റ്റാർട്ടപ്പ് ഫാക്ടറി കേരളത്തിൽ 9,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ്, കേരള സ്റ്റാർട്ടപ്പ് മിഷനും ജർമ്മനിയിലെ നെക്സസ് ജെൻ സ്റ്റാർട്ടപ്പ് ഫാക്ടറിയും ധാരണാപത്രം ഒപ്പുവെച്ചു. സംസ്ഥാനത്ത് 300 പുതിയ ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാൻ പദ്ധതി സഹായകമാകും. 6 ആഴ്ച മുൻപ് ജർമ്മനിയിൽ നിന്നെത്തിയ 27 അംഗ നിക്ഷേപക സംഘവുമായി സംസ്ഥാന സർക്കാർ നടത്തിയ ചർച്ചകളുടെ വിജയമാണിത്. തൊഴിൽ മന്ത്രിയും ധനകാര്യമന്ത്രിയും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം നിക്ഷേപകരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരളത്തിലെ തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുകയും പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ആ ചർച്ചകളുടെ തുടർച്ചയാണ് ഇപ്പോൾ വൻ നിക്ഷേപം കേരളത്തിലേക്ക് നടത്തുന്നത്. നൈപുണ്യ പരിശീലനം എല്ലാവരിലേക്കും എത്തിക്കാനും അതുവഴി നാട്ടിൽ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള സർക്കാരിന്റെ ലക്ഷ്യത്തിലുള്ള അംഗീകാരമാണിതെന്ന് മന്ത്രി പറഞ്ഞു. നൂതന സാങ്കേതിക വിദ്യയിലൂന്നിയ ഡീപ് ടെക് കമ്പനികൾ വരുന്നതോടെ അഭ്യസ്തവിദ്യരായ യുവതീ-യുവാക്കൾക്ക് തൊഴിലിനായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം നാട്ടിൽ തന്നെ മികച്ച അവസരങ്ങൾ ലഭിക്കാൻ ഈ പദ്ധതി സഹായിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, തൊഴിൽ നൈപുണ്യ വികസന വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എസ് ഷാനവാസ്, ശ്രീറാം സാംബശിവറാവു, നടൻ നിവിൻ പോളി തുടങ്ങിയ ഉദ്യോഗസ്ഥരും ജർമ്മൻ പ്രതിനിധികളും പങ്കെടുത്തു. കോഴിക്കോട് ബാലുശ്ശേരിയിൽ UDF തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനത്തിനിടെ സ്കൂട്ടർ പൊട്ടിത്തെറിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സംഭവസ്ഥലത്ത് പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി. ശനി പനങ്ങാട് ജില്ലയിലെ കുറുമ്പോലിയിൽ തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനം കടന്നു പോകുമ്പോൾ സ്കൂട്ടർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത്. കുറുമ്പോയിലെ ബ്രൂക്ക് ലാൻഡിലെ ജയരാജൻ മകൻ സന്ദീപ് 35 മരിച്ചത്. സ്കൂട്ടറിൽ ഒപ്പമുണ്ടായിരുന്ന ജിഷ്ണു 30 ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പനങ്ങാട് പഞ്ചായത്തിലെ 2-ാം വാർഡിൽ നിന്നും വിജയിച്ച റിട്ടയർഡ് അധ്യാപകൻ ദേവനന്ദിന്റെ സഹോദരപുത്രനാണ് മരിച്ച സന്ദീപും പരിക്കേറ്റ ജിഷ്ണുവും. സ്കൂട്ടർ പൂർണ്ണമായും കത്തിനശിച്ചു. സ്കൂട്ടറിനകത്ത് സ്ഫോടനശേഷിയുള്ള വലിയ പടക്കം സൂക്ഷിച്ചിരുന്നതായി സംശയമുണ്ട്. അശ്വതിയാണ് സന്ദീപിന്റെ ഭാര്യ. ഒരു മകനുണ്ട്. VC നിയമനത്തിൽ സുപ്രീം കോടതിക്കെതിരെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. VCയെ കോടതി തീരുമാനിക്കാമെന്ന നിലപാട് ശരിയല്ല. VC നിയമനം സെർച്ച് കമ്മിറ്റിക്ക് വിട്ട തീരുമാനത്തിലാണ് ഗവർണർ സുപ്രീം കോടതിക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. VCയെ നിയമിക്കാൻ അധികാരം ചാൻസലർക്കാണ്. UGC ചട്ടവും കണ്ണൂർ VC കേസിലെ കോടതി വിധിയും ഇക്കാര്യം വ്യക്തമാക്കുന്നു. എന്നാൽ ഇപ്പോൾ കോടതി ഇത് പരിഗണിക്കുന്നില്ല. ഇത് ശരിയല്ലെന്ന് ഗവർണർ പറഞ്ഞു. മറ്റുള്ളവരുടെ ചുമതലകൾ കൂടി കോടതി ഏറ്റെടുത്ത് ചെയ്യുന്നത് ശരിയല്ല. നിയമം പാലിക്കാൻ മാത്രം കോടതിക്ക് പറയാം. നിങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയരുത്. ഓരോരുത്തരുടെയും ചുമതലകളെ കോടതി ബഹുമാനിക്കണം. നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ഇങ്ങനെ പറഞ്ഞേക്കാമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ കോടതികൾക്ക് അധികാരമില്ല. അത്തരം സംഭവങ്ങൾ ഈയിടെ ഉണ്ടായി. നിയമനിർമ്മാണ സഭകളെ ബഹുമാനിക്കണം. ഒരേ വിഷയത്തിൽ വ്യത്യസ്ത നിലപാട് കോടതികൾക്ക് എങ്ങനെ വരുന്നു എന്നാണ് പ്രശ്നം. എന്തിനാണ് സെർച്ച് കമ്മിറ്റിയെ കോടതി നിയമിക്കുന്നത്?
അതിനുള്ള അധികാരം ചാൻസലർക്കാണെന്നും ഗവർണർ പറഞ്ഞു. IFFKയോടനുബന്ധിച്ച സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന 3ാമത് കേരള ഫിലിം മാർക്കറ്റിന് തുടക്കമായി. ഡിസംബർ 14 മുതൽ 16 വരെ തിരുവനന്തപുരം സൗത്ത് പാർക്ക് ഹോട്ടലിലാണ് ഫിലിം മാർക്കറ്റിംഗ് വേദിയാവുക. സാംസ്കാരിക വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഗോബ്രഗഡെ, കുറേറ്റർ ലീന ഗോബ്രഗഡെ എന്നിവർ ഭദ്രദീപം തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള സൃഷ്ടാക്കൾ ഒത്തുചേരുന്ന കേരള ഫിലിം മാർക്കറ്റ് സാംസ്കാരിക അതിരുകൾ മറികടന്ന് സംവാദവും സഹകരണവും വളർത്തുന്ന സജീവമായ സർഗാത്മക വേദിയാണെന്ന് ഡോക്ടർ രാജൻ ഗോബ്രഗഡെ അഭിപ്രായപ്പെട്ടു. പ്രാദേശിക സിനിമയെ ആഗോളവേദിയിലേക്ക് ഉയർത്തുന്ന ഫിലിം മാർക്കറ്റ് മലയാള സിനിമയ്ക്ക് കൂടുതൽ കരുത്തു പകരും. ലീന ഗോബ്രഗഡെയുടെ 10 സിനിമകളാണ് IFFKയിൽ പ്രദർശിപ്പിക്കുക. ഇത് സന്തോഷകരമാണ്. ലീന ഗോബ്രഗഡെയുടെ നേതൃത്വത്തിലുള്ള ക്യൂറേറ്റീവ് സ്പീക്ക് വിഭാഗത്തെയും ലൈബ്രറിയെയും അദ്ദേഹം അഭിനന്ദിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സിനിമാ പ്രവർത്തകർ, വ്യവസായ പ്രതിനിധികൾ എന്നിവരുടെ പങ്കാളിത്തത്തോടെ മലയാള സിനിമയ്ക്കും മറ്റ് പ്രാദേശിക സിനിമകൾക്കും അന്താരാഷ്ട്ര വാണിജ്യ സാധ്യതകൾ തുറക്കുകയാണ് കേരള ഫിലിം മാർക്കറ്റിന്റെ ലക്ഷ്യം. പ്രൊജക്ട് മാർക്കറ്റ്, വീഡിയോ ലൈബ്രറി, ഇൻഡസ്ട്രി വോയിസസ്, പിച്ച് ബോക്സ് തുടങ്ങിയ വിപുലമായ വിഭാഗങ്ങളാണ് 3ാം പതിപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 12 പ്രൊജക്ടുകളും ക്യൂറേറ്റീവ് സ്പീക്ക് വിഭാഗത്തിൽ 13 സിനിമകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പരിപാടിയിൽ KSFDC ചെയർമാൻ K മധു അധ്യക്ഷനായി. സംവിധായകൻ TV ചന്ദ്രനായിരുന്നു മുഖ്യ അതിഥി. KSFDC മാനേജിംഗ് ഡയറക്ടർ പ്രിയദർശൻ PS റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ, സെക്രട്ടറി C അജോയ്, നടൻ ഇർഷാദ്, KSFCD ബോർഡ് അംഗം ജിത്തു കോളയാട്, സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കാലിക്കറ്റിനെ തകർത്ത് കണ്ണൂർ വാരിയേഴ്സ് ഫൈനലിൽ. സൂപ്പർ ലീഗ് കേരളയിൽ ആദ്യ സെമിഫൈനലിൽ കാലിക്കറ്റ് FC തോൽപ്പിച്ച് കണ്ണൂർ വാരിയേഴ്സ് FC ഫൈനലിൽ. എതിരില്ലാത്ത ഒരു ഗോളിനാണ് തോൽപ്പിച്ചത്. കണ്ണൂരിന് വേണ്ടി മുഹമ്മദ് സിനാൻ പെനാൽറ്റിയുടെ ഗോൾ നേടി. കണ്ണൂർ ആദ്യമായാണ് സൂപ്പർ ലീഗ് കേരളയുടെ ഫൈനലിൽ എത്തുന്നത്. കഴിഞ്ഞ സീസണിൽ സെമിഫൈനലിൽ ഫോഴ്സ കൊച്ചിയോട് കണ്ണൂർ പരാജയപ്പെട്ടിരുന്നു. കണ്ണൂർ മുനിസിപ്പൽ ജവാഹർ സ്റ്റേഡിയത്തിൽ ഡിസംബർ 19 നടക്കുന്ന ഫൈനലിൽ 2ാം സെമിയിൽ മലപ്പുറം FC തൃശൂർ മാജിക് FC വിജയികളുമായി ഏറ്റുമുട്ടും. തൃശൂർ മാജിക്കിനെതിരെ ഇറങ്ങിയ ആദ്യ 11-ൽ 2 മാറ്റങ്ങളുമായി ആണ് കണ്ണൂർ വാരിയേഴ്സ് സെമിഫൈനലിന് ഇറങ്ങിയത്. പനി കാരണം പുറത്തിരിക്കേണ്ടി വന്ന സന്ദീപ് S-ന് പകരം പ്രതിരോധ നിരയിൽ സച്ചിൻ സുനിൽ ഇറങ്ങി. അറ്റാക്കിങ്ങിൽ പരിക്കിൽ നിന്ന് പൂർണ്ണമുക്തി ലഭിക്കാത്ത കണ്ണൂർ ക്യാപ്റ്റൻ അഡ്രിയാൻ സർദിനോറയ്ക്ക് പകരമായി T ഷിജിനും ആദ്യ 11-ൽ ഇടം പിടിച്ചു. സെമിഫൈനലിൽ നേരത്തെ യോഗ്യത നേടിയിരുന്ന കാലിക്കറ്റ് FC അവസാന മത്സരങ്ങളിൽ നിരവധി മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അവസാന മത്സരത്തിൽ തിരുവനന്തപുരം കൊമ്മൻസിനെതിരെ ഇറങ്ങിയ 11-ൽ അടിമുടി മാറ്റങ്ങൾ നടത്തി മികച്ച 11-നെയാണ് കാലിക്കറ്റ് FC ഇറക്കിയത്. ഗോൾ കീപ്പർ ഹജ്മൽ, പ്രതിരോധ താരം റിച്ചാർഡ്, മുഹമ്മദ് റിയാസ്, സച്ചിൻ സിബി, മധ്യനിരയിൽ ജൊനാഥൻ പെരേര, മുഹമ്മദ് അഷ്റഫ് AK, അറ്റാക്കിങ്ങിൽ മുഹമ്മദ് അഫ്ജൽ, പ്രശാന്ത് K തുടങ്ങിയവർ ആദ്യ 11-ൽ മടങ്ങിയെത്തി. 6ാം മിനിറ്റിൽ തന്നെ കണ്ണൂരിന്റെ മധ്യനിര താരം ലബ് സാംബയ്ക്ക് മുഹമ്മദ് അഷ്റഫിനെ ഫൗൾ ചെയ്തതിന് മഞ്ഞക്കാർഡ് ലഭിച്ചു. 7ാം മിനിറ്റിൽ കാലിക്കറ്റിനെ തേടി ആദ്യ അവസരമെത്തി. ഇടതുവിങ്ങിൽ പ്രശാന്ത് നടത്തിയ ഒറ്റയ്ക്കുള്ള മുന്നേറ്റത്തിന് ഒടുവിൽ അജ്ലസിനെ നൽകി. അജ്സൽ ബോക്സിലേക്ക് അസഫിന്റെ ലക്ഷ്യം വെച്ച് ക്രോസ് നൽകിയെങ്കിലും കൃത്യമായി കണക്ട് ചെയ്യാൻ സാധിച്ചില്ല. 13ാം മിനിറ്റിൽ കാലിക്കറ്റിലെ 2ാം അവസരം ലഭിച്ചു. പ്രശാന്ത് എടുത്ത ഇൻസിംഗ് കോർണർ പ്രതിരോധ താരം സോസ ഫ്ലിക്ക് ചെയ്ത് ഗോളാക്കി മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഗോൾ ബാലിൽ തട്ടി പുറത്തേക്ക്. 14ാം മിനിറ്റിൽ കണ്ണൂരിന് മികച്ച ഹാഫിൽ നിന്ന് സ്വന്തം അവസരം ലഭിച്ചു. സ്വന്തം ഹാഫിൽ നിന്ന് പ്രതിരോധ താരം നിക്കോളസ് എടുത്ത ലോങ് കിക്ക് ഷിജിൻ സിനാനെ ലക്ഷ്യമാക്കി പിന്നിലേക്ക് ഹെഡ് ചെയ്ത് നൽകി. ഓടി പന്തെടുത്ത സിനാൻ ഗോൾ പോസ്റ്റിൽ നിന്ന് അല്പം കയറി നിന്നിരുന്ന ഹജ്മലിന്റെ മുകളിലൂടെ ഗോൾ ലക്ഷ്യമാക്കി അടിച്ചെങ്കിലും ഗോൾ ബാറിന് മുകളിലൂടെ നേരിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോയി. 22ാം മിനിറ്റിൽ കാലിക്കറ്റിന്റെ ഇടത് ബാക്ക് സച്ചു സിബി പരിക്കുപറ്റി പുറത്തേക്ക്, പകരം ഷഹബാസ് ഇറങ്ങി. 26ാം മിനിറ്റിൽ കാലിക്കറ്റിന്റെ ഷഹബാസ് സിനാനെ ഫൗൾ ലഭിച്ച് ചെയ്തതിന് മഞ്ഞക്കാർഡ് ലഭിച്ചു. 46ാം മിനിറ്റിൽ കണ്ണൂരിന്റെ പ്രതിരോധ താരം സച്ചിൻ ഗോൾ കീപ്പർ അൽക്കേഷ് നൽകിയ മൈനസ് പാസ് കാലിക്കറ്റ് അറ്റാക്കിംഗ് താരം അജ്സൽ ഓടിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും നേരിയ വ്യത്യാസം നഷ്ടപ്പെട്ടു. 2ാം പകുതിയിൽ കാലിക്കറ്റ് അറ്റാക്കിങ്ങിന് മൂർച്ച കൂട്ടാൻ റിൻഗനെയും മുഹമ്മദ് അഷ്റഫിനെയും പിൻവലിച്ച് വോവാസയെയും മുഹമ്മദ് ആഷിഖിനെയും ഇറക്കി. 52ാം മിനിറ്റിൽ കാലിക്കറ്റിന് അവസരം ലഭിച്ചു. കണ്ണൂർ ഗോൾ കീപ്പർ അൽക്കേഷ് ക്ലിയർ ചെയ്ത് വീണ് കിട്ടിയ അവസരം അജ്സൽ കൺട്രോൾ ചെയ്ത് ഗോളാക്കി ശ്രമിച്ചെങ്കിലും കണ്ണൂർ പ്രതിരോധ താരം നിക്കോളസ് കൃത്യമായി തട്ടിയെടുത്തു. 71ാം മിനിറ്റിൽ കണ്ണൂരിന് പെനാൽറ്റി ലഭിച്ചു. ബോക്സിനകത്ത് നിന്ന് അസ്യൻ ഗോമസിനെ റിയാസ് ഫൗൾ ചെയ്തതിന് ലഭിച്ച പെനാൽറ്റി നിനാൻ ഗോളാക്കി മാറ്റി. കാലിക്കറ്റ് ഗോൾ കീപ്പർ ഹജ്മൽ തട്ടിയെങ്കിലും കയ്യിൽ തട്ടി ഗോളാവുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ.
Cha-cha!